നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പഠിച്ചോണ്ടിരുന്നത് അല്ലേ? അല്ലേ, സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ പഠിച്ചോണ്ടിരുന്നത്? ഇക്വേഷൻസ് ഒക്കെ പഠിച്ചോ? പഠിച്ച ഇക്വേഷൻസ് ഒക്കെ പഠിച്ചോ? ജിസ് പഠിച്ചോ ഇക്വേഷൻസ് ഒക്കെ? ഏതൊക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൽ പറഞ്ഞേ? എം ഇൻറ്റു എക്സ് മൈനസ് അത് ഏത് ഫോമാ? ആ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? സ്ലോപ്പ് വേണം. സ്ലോപ്പാണ് എം. പിന്നെന്താ? ഒരു പോയിന്റ് വേണം, എക്സ് നോട്ട് വൈ നോട്ട്. ഇവിടെ ജിസ് പറഞ്ഞത് x1 y1 എന്നാണ് അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വൈ മൈനസ് വൈ വൺ. പറഞ്ഞില്ലല്ലോ അങ്ങനെ. അതൊരു ഇക്വേഷൻ ഉണ്ട് അങ്ങനെ. പിന്നെ വേറെ ഏത് ഇക്വേഷനാണല്ലേ? 2 പോയിന്റ് ഫോം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതാ? പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റും സ്ലോപ്പും അറിയാന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഏതാ? 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പോയിന്റ്സ്, ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ഗിവൻ ആണെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഫോം യൂസ് ചെയ്യാം. എന്താണ് 2 പോയിന്റ് ഫോം? y മൈനസ് വൈ വൺ എക്സ് മൈനസ് എക്സ് വൺ. ജിസ് ഒന്ന് പറഞ്ഞേ, പഠിച്ചിട്ട് തന്നെ പറഞ്ഞായിരുന്നോ? അതറിയാണ്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? വേറെ ഏതാ? എന്റെ വീട്ടിലേക്ക് ഏത് വൈഷ്ണവ പറ. വേറെ ഏത് ഇക്വേഷനാ പഠിച്ച? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്താ? y is equal to അതൊരെണ്ണം. പിന്നെ പറഞ്ഞേ. എം എക്സ് പ്ലസ് ഡി ആ? y is equal to m into x minus d. ഇന്റർസെപ്റ്റ് ഫോം എന്താ? പറ. x by a plus y by b equal to 1. ഈ ഇക്വേഷൻസ് പഠിക്കാണ്ട് കുഴപ്പമില്ല. ഇക്വേഷൻസ് പഠിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 എടുക്കാം. The perpendicular from the origin to the line y is equal to mx plus c meet it at the point -1, 2. Find the values of m and c. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാ? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 14. The perpendicular from the origin to the line y is equal to mx plus c meets it at the point -1, 2. Find the values of m and c. ചെയ്യ് ജിസേ. ക്വസ്റ്റ്യൻ ഇല്ലേ കയ്യില്? ടെക്സ്റ്റ് ബുക്ക് എന്താ കൊണ്ടുവരാത്തത് നിങ്ങൾ? ഒരു ടെക്സ്റ്റ് ബുക്ക് പുറകോട്ട് കൊടുക്കും. ലൈൻ്റെ ഇക്വേഷൻ ഒക്കെ എഴുതും. ദി പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0, 0. ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു ദ ലൈൻ. ഒരു ലൈനിലേക്ക്. ലൈൻ്റെ ഇക്വേഷൻ എന്താ? y is equal to mx plus c meets it at the point -1, 2. Find the values of m and c. We have to find the value of m and c. ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് y is equal to mx plus c. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എമ്മിന്റെ വാല്യൂം സിന്റെ വാല്യൂം കണ്ടുപിടിക്കണം. ഒന്ന് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തേ. ഒന്ന് പറഞ്ഞേ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ, എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എമ്മിന്റെ വാല്യൂ സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് ഈ ലൈനിന്റെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ലൈൻ, ഇപ്പൊ ഈ ലൈനെ എൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ലൈൻ എല്ലിന്റെ സ്ലോപ്പ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ലൈൻ എല്ലിന്റെ സ്ലോപ്പും ഈ ലൈനിന്റെ സ്ലോപ്പും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പറയ്. പ്രൊഡക്റ്റ് മൈനസ് ആണ്. കാരണം എന്താ? ദീസ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അല്ലെ? അപ്പൊ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഷുഡ് ബി ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം സ്ലോപ്പ് ഓഫ്
ലൈൻ എൽ. എന്താ ഇക്വേഷൻ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞേ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഒരു മിനിറ്റ്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ആ പറഞ്ഞു എന്താണ്? ഈ ഫിഗർ നോക്കണ്ട, ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു ഇത് വരച്ചതാണ്. ഇനി സ്ലോപ്പ് ഉണ്ട്, ലൈൻ എല്ലാത്തിനും സ്ലോപ്പ് ഉണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എല്ലാ ലൈനിലും എത്ര ചെരിവുണ്ട്, അതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാനിപ്പോ വരച്ചത് അങ്ങനെ ആയതുകൊണ്ടല്ലേ. അല്ല, നമ്മൾ സ്ലോപ്പ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. ഇത് വേറൊരു ലൈൻ അല്ലേ, റാൻഡം ലൈൻ ആണ്. ഓക്കെ, അപ്പൊ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്താ? 2 മൈനസ് 0 ഡിവൈഡ് ഇതാണ് ഇതെങ്കിൽ ഇതിനൊരു പാരലൽ ലൈൻ ഉണ്ട്, പക്ഷെ ഇവിടെ ആയിരിക്കും -1 2 ഇത് 0 0. അതുകൊണ്ട് ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടായി. അതാണ് മനസ്സിലായില്ല നീ പറഞ്ഞു. അല്ല, ഇവിടെ നീ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇവിടെ ലൈൻ എന്തായാലും സ്ലോപ്പ് ഉണ്ട്, വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണ് നമ്മൾ പറയുന്നത് സ്ലോപ്പ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായാലും ലൈൻസിന് സ്ലോപ്പ് ഉണ്ട്. അത് അത്രയും തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം നോക്ക്. ഇപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്ന ഈ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമേ നമ്മളവിടെ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ 2 ബൈ -1 വിച്ച് ഇസ് ഈക്വൽ ടു -2. സ്ലോപ്പ് ഓഫ് ലൈൻ എൽ, സ്ലോപ്പ് ഓഫ് എൽ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ ലൈൻ എം എന്ന് വിളിച്ചോ. സ്ലോപ്പ് ഓഫ് ലൈൻ എം എന്ന് പറയുന്നത് എന്താ? റെസിപ്രോക്കൽ എടുക്കാൻ നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 1/2. വൈഷ്ണവി ജസ്റ്റ് മാറ്റിയിരുത്തണോ ഞാൻ? ആ, ഈ ലൈൻ്റെ നമുക്ക് എം സി യു അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഈ എം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ സ്ലോപ്പ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, എം കിട്ടിയല്ലോ. എം എന്ന് കൊടുക്കണ്ട, ഇവിടെ ഓൾറെഡി എം ഉണ്ടല്ലോ, അപ്പൊ പി എന്ന് കൊടുക്കാണ്. സോ എം കിട്ടിയല്ലേ? എം എത്രയാന്ന് കിട്ടി? ഇപ്പൊ ആരും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. എമ്മിന്റെ വാല്യൂ എത്ര കിട്ടി? 1/2. ഇനി ഈ സി എങ്ങനെ കണ്ടുപിടിക്കും? ആ, അത് ഇപ്പൊ ഈ ലൈന്റെ സ്ലോപ്പ് ആണ് നമുക്ക് കിട്ടിയത്. ഈ ലൈന്റെ സ്ലോപ്പ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? -2 എന്ന് കിട്ടിയത്. ഓക്കെ, അല്ല, പെർപെൻഡിക്കുലർ നമുക്കറിയാം. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് എന്താ? 1/-2 അല്ലെ? എന്നിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ആ, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് റെസിപ്രോക്കൽ എടുക്കുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ആയി 2 എന്ന് കിട്ടും. സോറി, -2 അല്ലേ? -2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/-2 മൈനസ് എടുക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പൊ എം 1/2 ആന്ന് കിട്ടി. അത്രയും കിട്ടിയോ? അത്രയും എഴുതിക്ക്. കഴിഞ്ഞോ? എന്തായി?
ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സി ആ കണ്ടുപിടിക്കണ്ടേ? സി എങ്ങനെ കണ്ടുപിടിക്കും? പറ. ഈ സി എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ഈ പി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് y is equal to mx plus c. അപ്പൊ ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെ? ലൈൻ പിയുടെ ഇക്വേഷൻ ആണ് y is equal to mx plus c. ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ലൈനിലെ ഏതെങ്കിലും പോയിന്റ്സ് നമുക്ക് അറിയോ? ഏതാ? -1 2, അല്ലെ? എന്ത് ചെയ്യാ? എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 2 കൊടുക്കുക, എം കിട്ടിയിട്ടുണ്ട്, അല്ലേ? ഇത്രയും കൊടുക്കുക, അപ്പൊ സിയുടെ വാല്യൂ കിട്ടും. സിൻസ് y എന്താ? 2 is equal to എമ്മിന്റെ വാല്യൂ എന്താ? 1/2 ഇൻറ്റു എക്സിന്റെ വാല്യൂ -1 പ്ലസ് സി. ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളാം കേട്ടോ. ഉണ്ടോ? സംശയം ഉണ്ടോ? 5 എന്നാണോ കിട്ടുന്നത്? ലൈറ്റ് കുറവല്ലേ വീഡിയോയ്ക്ക്? അല്ലേ? ആ കറക്റ്റ് നിന്ന് ഷെയ്ഡ് ഉള്ളത് പോലെ. അല്ല, സാധാരണ ഇങ്ങനെയല്ലേ ഇത്? സാധാരണ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവാറ്? കുഴപ്പമില്ല. ഇരുന്നു. കിട്ടിയോ? സിയുടെ വാല്യൂ കിട്ടിയോ? So C is equal to 5/2. So M ന്റെ വാല്യൂ എന്താ? M is equal to 1/2, C equal to 5/2. കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. 5/2 കിട്ടും കറക്റ്റ് ആയിട്ട്. സി ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു ഉടനെ പടം വരയ്ക്കാൻ. 2.5. 5/2 എന്ന് പറഞ്ഞാൽ 2.5. അങ്ങനെ എഴുതണ്ടല്ലോ. കംപ്ലീറ്റ് ചെയ്തോ? റബ് ചെയ്തോട്ടെ. നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കരുത് കേട്ടോ സമയം കിട്ടുമ്പോ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. ദിയ വായിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. cosec theta equal to k. രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ? The given equations of lines are ഏതൊക്കെയാ തന്നിരിക്കുന്ന ഇക്വേഷൻസ്? പറഞ്ഞ നിങ്ങൾ ഇവിടെ പറയുമ്പോഴേ നിങ്ങൾ അല്ലാത്ത സംസാരത്തിന് പോവല്ലേ.
ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇവിടെ. ആ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവനും കൂടെ വായിക്കാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അവനാവശ്യമില്ല എന്തായാലും. ആ എന്റെ ആവശ്യമാണ് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാന്നുള്ളത്. പറഞ്ഞേ എന്തൊക്കെയാ ഇക്വേഷൻസ് പറഞ്ഞേ. അക്ഷയ് പറഞ്ഞേ. ഇവിടെ അക്ഷയ് പറ. ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ആരും എഴുതണ്ട കേട്ടോ നോട്ട്ബുക്കില്. ശ്രദ്ധിച്ചിരുന്നേ. പറ. എക്സ് കോസ് തീറ്റ k cos 2 theta. Put this as equation number 1. Second equation എന്താ? x sin theta plus y cos theta equal to k. Put this as equation number 2. അല്ലേ? If p and q are the length of perpendicular from the origin. അല്ലേ? എന്തും കൂടെ തന്നിട്ടുണ്ട്. p എന്ന് പറയുന്നത് എന്താ? ഒറിജിനിൽ നിന്ന് ഫസ്റ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ജസ്റ്റ് എണീച്ചുകൊണ്ടിരുന്ന സാരമില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഇരുത്തി വൈഷ്ണവിക്കിരിക്കണോ? ജസ്റ്റ് വന്നിരിക്കും. വേഗം ആവട്ടെ. ലാസ്റ്റ് ചാൻസ് ഇല്ല. ഞാനല്ലേ തരണ്ടേ? വേഗം വന്നിരിക്കും. സമയം കളയില്ലേ? വേഗം വന്നിരിക്കും. മാറിയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ ക്ലാസ്. വേഗം ആവട്ടെ. വന്നിരിക്കും. ഇവിടെ മതി കേട്ടോ. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ എന്താ? എക്സ് സീക് തീറ്റ പ്ലസ് വൈ കോസ് സീക് തീറ്റ ഈസ് ഈക്വൽ ടു കെ. ഓക്കെ. ലൈൻ 1ലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്താ? പി ആണ്. ലൈൻ 2ലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ക്യൂ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്? പഠിച്ചിട്ടുണ്ടോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ? പറയൂ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ് നമ്മള്. ഡി ഈസ് ഈക്വൽ ടു മോഡ് AX1. കേട്ട പരിചയം പോലും ഇല്ല അല്ലേ? സന്തോഷം തോന്നുന്നു. ഡി ഈസ് ഈക്വൽ ടു മോഡ് AX1 പ്ലസ് BY1 പ്ലസ് C ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓർമ്മയുണ്ടോ? അതായത് x1 y1 എന്ന് പറയുന്ന പോയിന്റും ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് d is equal to mod ax1 plus by1 plus c divided by root of a square plus b square. Okay. So, അപ്പോൾ നമുക്ക് എന്ത് പറയാം? p എന്ന് പറയുന്നത് എന്തായിരിക്കും? പറയൂ. ഇപ്പൊ ആരും എഴുതല്ലേ? p എന്താ തന്നേക്കുന്നത്? p എന്താ തന്നിട്ടില്ലല്ലോ. p എന്ന് പറയുന്നത് ഒറിജിനും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാ. ഒന്ന് പറഞ്ഞേ. പറയൂ. ഇവിടെ a എന്താ? given that ഇപ്പൊ ആരും എഴുതണ്ടേ? perpendicular distance between line x cos theta minus y sin theta minus k cos 2 theta equal to 0 and origin എന്ന് പറയുന്നത് എന്താ? 0 0 is p അല്ലെ? p ആന്ന് തന്നിട്ടുണ്ട്. ഈ ലൈനും ഈ പോയിന്റ് 0 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇപ്പൊ എഴുതണ്ട. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താന്ന് തന്നിട്ടുണ്ട്? p ആന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞേ, p യുടെ ഇക്വേഷൻ പറഞ്ഞേ. പറ. ഇവിടെ ക്യാപിറ്റൽ എയുടെ സ്ഥാനത്ത് എന്താ വന്നേക്കുന്നേ? എക്സിന്റെ കോഎഫിഷ്യൻ ആണ് ക്യാപിറ്റൽ എ. എന്താ? കോസ് തീറ്റ അല്ലെ? ക്യാപിറ്റൽ ബി എന്താ? വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് സൈൻ തീറ്റ. സി എന്താ? മൈനസ് കെ കോസ് 2 തീറ്റ അല്ലെ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. പി എന്ന് പറയുന്നത്, പിന്നെ x1 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. y1 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ?
അല്ലെ? ഡി ഇസ് ഈക്വൽ ടു മോഡ് എ എക്സ് വൺ. എ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ, ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ, ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എ എക്സ് വൺ അല്ലേ വേണ്ടേ? എ എന്ന് പറയുന്നത് കോസീറ്റ എക്സ് വൺ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ കോസീറ്റ ഇൻറ്റു 0 0 ആയി പോ 0 പ്ലസ് ക്യാപിറ്റൽ ബി വൈ വൺ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 0 0 പ്ലസ് സി എന്ന് പറയുന്നത് മൈനസ് കെ കോസ് ടു തീറ്റ അല്ലേ? മൈനസ് ഈ ലൈറ്റ് സാധാരണ നമ്മൾ ഇടാറുണ്ടോ? ഇനി അതുകൊണ്ടാണോ വീഡിയോയിൽ ഇരുട്ടായിട്ടിരിക്കുന്നത്? അല്ല അല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് സൈൻ തീറ്റയുടെ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസിന്റെ മൈനസ് പോസിറ്റീവ് അല്ലേ? അല്ലേ? മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? മോഡ് മൈനസ് കെ കോസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കെ കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ പി എന്താന്ന് കിട്ടി? കെ കോസ് ടു തീറ്റ എന്ന് കിട്ടി. ഇതൊന്ന് എഴുതിക്കേ, മനസ്സിലാക്കി എഴുതാം കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞോ ക്യൂ കണ്ടുപിടിക്കും. ഗായത്രി എന്തേ നേരത്തെ കഴിഞ്ഞോ ക്ലാസ്? ഹാഫ് ഡേ ഓൺലൈന് വന്നില്ല ആരും. ഇല്ല വന്നിട്ടില്ല. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? ക്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇത് റബ്ബ് ചെയ്യുവാണേ. താഴത്തെ ആയിരുന്നു. വേഗം എഴുത്. ഇത് ഞാൻ റബ്ബ് ചെയ്യുന്നില്ല. വേഗം എഴുത്. 5:30. സമയം നോക്കി ഇരിക്കുവാണല്ലേ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കിപ്പോ എന്താ കിട്ടിയ? പി എന്ന് പറയുന്നത് എന്താ? കെ കോസ് ടു തീറ്റ എന്ന് കിട്ടി. ഇനി എന്താ?
given that perpendicular distance between x sec theta plus y cosec theta minus k equal to 0 and 0 0 എന്താന്നാ പറഞ്ഞേക്കുന്നത്? Q അല്ലേ? എക്സ് സീക് തീറ്റ പ്ലസ് വൈ കൊസീക് തീറ്റ മൈനസ് കെ ഈക്വൽ ടു 0യും 0 0യും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താന്നാ പറഞ്ഞേക്കുന്നത്? ക്യൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ക്യൂ ഇസ് ഈക്വൽ ടു എ എന്താ ഇവിടെ? എ ഇസ് ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ പറയൂ? എ എന്താ ഇവിടെ? സീക് തീറ്റ. വൈഷ്ണവി പറഞ്ഞേ എന്താ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതിന് പുതിയ കാര്യമൊന്നുമല്ല. ഇത് നോക്കിട്ട് ബി എന്താന്ന് പറ. കൊസീക് തീറ്റ. സി എന്താ അനല്ല പറഞ്ഞേ? മൈനസ് കെ. x1 എന്താ വിമൽ പറഞ്ഞേ? y1 0. അക്ഷയ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. കേട്ടില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. q is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. സീക് തീറ്റ ഇൻറ്റു 0. x1 ആണല്ലേ? സീക് തീറ്റ ഇൻറ്റു 0 എന്താ? 0. ഇത് കഴിഞ്ഞിട്ടാ വെയിറ്റിംഗ്. 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ റൂട്ട് ഓഫ് സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി എങ്ങനെ എഴുതാം? റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാ. റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ. ഡിനോമിനേറ്റർ എങ്ങോട്ടേക്ക് വരും? ന്യൂമറേറ്ററിലോട്ട് വരും. സോ കെ സൈൻ തീറ്റ കോസ് തീറ്റ. ദിസ് ഈസ് എ വാല്യൂ ഫോർ ക്യൂ. ഇത്രയും എഴുതിക്കേ. എഴുതിയോ? എഴുതി. കഴിഞ്ഞോ? ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പി സ്ക്വയർ പ്ലസ് 4q² ഈക്വൽ ടു കെ സ്ക്വയർ. നമുക്ക് പിയുടെ വാല്യൂം കിട്ടി, ക്യൂവിന്റെ വാല്യൂം കിട്ടി. ഇനി പി സ്ക്വയർ പ്ലസ് 4q² എന്ന് കണ്ടുപിടിച്ച്. കഴിഞ്ഞോ?
പി നമുക്ക് എത്രയാ കിട്ടിയേ പി പറയൂ. കെ കോസ് 2 തീറ്റ ക്യൂ ഈക്വൽ കെ സൈൻ തീറ്റ കോസ് തീറ്റ. പി സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ ഈക്വൽ കെ സ്ക്വയർ കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് 4 കെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ഇനി നോക്കാം, ഇതിന് നമുക്ക് കെ സ്ക്വയർ കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ എന്താ ഇവിടെ 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റനെ ഞാൻ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ? പാടില്ലേ? ഇനി 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ? സൈൻ 2 തീറ്റ അല്ലേ? സൈൻ 2 തീറ്റ അല്ലേ 2 സൈൻ തീറ്റ കോസ് തീറ്റ. സോ കെ സ്ക്വയർ കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് കെ സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ഇങ്ങനെ എഴുതാവോ? കുഴപ്പമില്ലയോ? ഇനി എന്ത് ചെയ്യാ? കെ സ്ക്വയർ കോമൺ എടുക്കുക, കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 2 തീറ്റ. എന്താ കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 2 തീറ്റ? എന്താ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ സെയിം ആയാൽ മതി. അപ്പോൾ കോസ് സ്ക്വയർ 2 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 2 തീറ്റ 1, which is equal to k square into 1, which is equal to k square. This is the answer. Cos square എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇതല്ലേ എളുപ്പം. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? Therefore p square plus 4q square equal to k square, hence proved. മിസ്സലേനിയസ് ലാസ്റ്റ് ചെയ്തേ പോർഷൻ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. In the triangle ABC, എന്താ ABC with vertices A 2 3, B 4 minus 1, C 1 2. Find the equation length of the altitude from the vertex A. So we had to find the equation of the altitude. ഇവിടെ D എന്ന് കൊടുക്കുകയാണെങ്കിൽ we had to find the equation of AD
and also length of AD. ഒന്ന് ചെയ്യാവോ? ഒന്ന് ചെയ്തേ. ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് പറഞ്ഞിട്ടില്ല, ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇക്വേഷൻ ഓഫ് AD കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ADയുടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നോക്ക്. ചെയ്തേ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ADയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം BCയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. പെർപെൻഡിക്കുലർ ആണ് അല്ലേ സ്ലോപ്പ്? അതല്ല അങ്ങനെ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? അത് എന്താ തീറ്റ എന്ന് പറയുന്നത്? എന്താ? എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല 90 ഡിഗ്രി, BCU ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. അത് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അതിൽ ഒരു ലൈനിന് 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് എങ്ങനെയായിരിക്കും എന്ന്. അത് വെച്ചിട്ട് ADയുടെ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തേ. സംസാരിക്കേണ്ടത് ചെയ്യ് വിമൽ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊന്ന് ചെയ്തേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചു പോരെ. ഇപ്പൊ അത് പറഞ്ഞ കാര്യം ചെയ്യും. അക്ഷയ് ചെയ്തേ. അക്ഷയ് ആണ് ബോർഡിൽ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം സ്ലോപ്പ് ഓഫ് BC കണ്ടുപിടിച്ചേ. സ്ലോപ്പ് ഓഫ് BC കണ്ടുപിടിക്കുക. വിമലിന്റെ മുഖത്താണ് സ്ലോപ്പ് ഓഫ് BC എഴുതി വെച്ചേക്കണേ. സ്ലോപ്പ് ഓഫ് BC കണ്ടുപിടിക്കുക. രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടില്ലേ? 0 ചെയ്ത വെച്ചിട്ടാ. കിട്ടിയോ? സ്ലോപ്പ് ഓഫ് BC കിട്ടിയോ? 1 ആണ് കിട്ടിയോ? സ്ലോപ്പ് ഓഫ് BC ഈക്വൽ ഇക്വേഷൻ എന്താ? y2 minus y1 by x2 minus x1 which is equal to 2 minus minus 1 divided by 1 minus 4. Okay, 2 minus minus 1 എത്രയാ? 3 by minus 3 which is equal to minus 1. minus 1 ആണോ കിട്ടിയേ സ്ലോപ്പ് ഓഫ് BC? ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്ലോപ്പ് ഓഫ് AD. AD എന്ന് പറയുന്നത് BCക്ക് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? AD എന്ന് പറയുന്നത് BCക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുക്കുക, പുട്ട് ദ നെഗറ്റീവ് സൈൻ. റെസിപ്രോക്കൽ എന്താ? -1ന്റെ 1 by -1 അല്ലേ? അതായത് -1 തന്നെയാണ്. അതിന്റെ നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ സ്ലോപ്പ് ഓഫ് AD 1 കിട്ടി. കിട്ടിയില്ല? അപ്പൊ സ്ലോപ്പ് കിട്ടി. ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി, എമ്മും കിട്ടി, ഒരു പോയിന്റും ഉണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ, ഏത് ഫോമാ യൂസ് ചെയ്യാൻ പറ്റുക? പോയിന്റ് സ്ലോപ്പ് ഫോം.
ഇക്വേഷൻ ഓഫ് എ ഡി. എന്താ പോയിന്റ്സ് ലോ ഫോം? y മൈനസ് വൈ നോട്ട് ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എന്നിട്ട് എം എന്ന് പറയുന്നത് 1 ആണ്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആണ്. ഏതാ? 2, 3 ആണ്. Therefore ഇക്വേഷൻ ഓഫ് എ ഡി എന്ന് പറയുന്നത് എന്താ? y 3 y മൈനസ് 3 ഈക്വൽ എം എന്ന് പറയുന്നത് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എക്സ് മൈനസ് വൈ minus 2 plus 3 equals 0. That is x minus y plus 1 equals 0. This is the equation. Equation ഇതാണോ കിട്ടിയത്? x minus y plus 1 equal to 0. ഇനി ലെങ്ത് കണ്ടുപിടിക്കണം. എ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ലെങ്ത് ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 2, 3 ടു ദിസ് ലൈൻ അല്ലെ? ഇത്ര എഴുതി കഴിഞ്ഞോ നിങ്ങള്? length of altitude AD എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് AD എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം, ഉറക്കം വരുന്നുണ്ടോ ജിസിന്? പോയി വാഷ് ചെയ്തിട്ട് വാ, ഫേസ് വാഷ് ചെയ്തിട്ട് വാ. 2, 3 എന്താ പറ്റിയാണല്ലോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 2, 3 ടു ദിസ് ലൈൻ അല്ലേ? അപ്പോ ഈ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡ് ax1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ലേ? കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി സി എന്ന് പറയുന്ന ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഈ എ ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ? ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഏതെന്നാ? ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നമ്മള്? ഏതാ ഇക്വേഷൻ? ആരല്ല പറഞ്ഞ ഇക്വേഷൻ എന്താ? വേറെ ആരും പറയണ്ട, പറഞ്ഞേ. മോഡ് എക്സ് പ്ലസ് എന്താണ് എ എക്സ് ബി വൈ? എന്തിന്റെ കോഎഫിഷ്യന്റ്? ഏത് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ്? പറ. ശരിയാ പറഞ്ഞേ. എ ഡിയോ? ജനറൽ ഇക്വേഷൻ അല്ലേ പറയുന്നേ? അതിലിവിടെ എ ഡി ഉള്ള. വൈഷ്ണവി പറഞ്ഞേ. ഇമ്പോസിഷൻ 25 ടൈംസ് കേട്ടോ, എഴുതിക്കൊണ്ട് വരണം. വൈഷ്ണവി പറ. ശരിയാ പറഞ്ഞു. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 25 ടൈംസ് ഇമ്പോസിഷൻ. പറഞ്ഞേ. ഒരു സെക്കൻഡ്. പറഞ്ഞേ, ഇവിടെ പറഞ്ഞേ. അക്ഷയ് പറഞ്ഞേ. നോക്കണ്ട പറഞ്ഞേ. ഇക്വേഷൻ പറ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇപ്പൊ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്തതല്ലേ? പറഞ്ഞു. ഇമ്പോസിഷൻ പറഞ്ഞു. ആരും നോക്കരുത്. എന്താണ് എ ബി സി എക്സ് 1 വൈ 1? ഫിക്സഡ് പോയിന്റ് അങ്ങനെയാണ് കേട്ടോ. ഇമ്പോസിഷൻ ഉള്ളവരൊക്കെ എഴുതി കാണിച്ചോളാം കേട്ടോ. അടുത്ത ദിവസം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ 50 ടൈംസ് ആയിരിക്കും. ആരെ ഓർമ്മിപ്പിക്കണേ? അനലയ്ക്കുണ്ട്, വൈഷ്ണവിക്കുണ്ട്, അക്ഷയ് കറക്റ്റ് ആയിട്ടോ. അതൊക്കെ എന്താ എ, എന്താ എക്സ്, എന്താ ബി എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞോ. എന്തിന്റെ കോഎഫിഷ്യൻസ്?
അത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായേ? ഇല്ല 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 എഴുതിക്കോളാം കേട്ടോ, ഇമ്പോസിഷൻ എഴുതിക്കോളാം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എന്റെ ഒരു പീരീഡ് ഞാൻ കളഞ്ഞതാണ് അല്ലേ? നിങ്ങളെ കൊണ്ട് ഇക്വേഷൻ എഴുതിപ്പിച്ച് ഉണ്ടായില്ലെന്നാ? ഉണ്ടായിരുന്നവരോടാ പറയണേ. എന്നിട്ട് ഇക്വേഷൻസ് പഠിക്കാൻ ഞാൻ അന്നേ പറഞ്ഞു ഇക്വേഷൻസ് അറിയാണ്ട് ഈ ചാപ്റ്റർ ഒന്ന്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിനിൽ തന്നെ എത്ര ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം? എത്ര ഇക്വേഷൻസ് അറിഞ്ഞാലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക? ഇത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കണം നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ? എന്നിട്ട് എന്ത് ചോദിച്ചാ ഇവിടെ എന്താ ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് AD ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാ പോയെ? എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഫ്രം 2, 3 to line BC. ഇക്വേഷൻ എന്താ? D is equal to mod AX1 plus BY1 plus C divided by root of A square plus B square. ഈ x1 y1 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. 2, 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇനി ABC എന്ന് പറയുന്നത് ലൈൻ BCയുടെ ഇക്വേഷൻ എടുക്കുക. അതിനകത്ത് കോഎഫിഷ്യൻസാ. ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ടോ? ഇക്വേഷൻ ഓഫ് BC തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 2 പോയിന്റ്സ് അറിയാം BCയില്. അത് വെച്ചിട്ട് 2 പോയിന്റ് ഫോം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഒന്ന് ചെയ്തേ. ADയുടെ ഡിയുടെ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷെ ഡിയുടെ കോർഡിനേറ്റ് ഇല്ലല്ലോ. ഇവിടെ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് x1 y1 കിട്ടി കേട്ടോ. x1 y1 കിട്ടി. ഈ ABC കിട്ടണം. എന്താ ABC എന്ന് പറയണത്? ഈ BC എന്ന് പറയണ ലൈനിന്റെ ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് ആണ്. കിട്ടിയോ? ഈ BC എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഇല്ല. അത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. 2 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 4 - 1ഉം 1, 2ഉം 2 പോയിന്റ്സ് ആണ് BCയിലെ. അപ്പൊ 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ BC. കണ്ടുപിടിക്ക്. ഇക്വേഷൻ എന്താ പറഞ്ഞേ? 2 പോയിന്റ് ഫോം ഇക്വേഷൻ പറ. y - 1 നന്ദന പറഞ്ഞേ. 2 പോയിന്റ് ഫോം പറഞ്ഞു കൊടുക്കുന്നവർക്ക് 100 ടൈംസ് ഇമ്പോസിഷൻ. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. പറഞ്ഞു. അറിയോ ഇല്ലയോ? ഇല്ല. 25 ടൈംസ് ഇമ്പോസിഷൻ 2 പോയിന്റ് ഫോം. ജസ്റ്റ് പറഞ്ഞേ. ഇതാണ് 2 പോയിന്റ് ഫോം. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുമ്പോ എന്താ? ഏതാ x1 y1 ആയിട്ട് എടുക്കണേ? ഇത് x1 y1 ആയിട്ട് എടുക്കുക. ഇത് x2 y2 ആയിട്ട് എടുക്കുക. നീ പറഞ്ഞേ. y - 2 ഈക്വൽ -1 - 2 divided by 4 - 1 into x - 1. That is y - 2 equal -3/3 into x - 1. എന്ന് പറയുന്നത് എന്താ? -1 ആണ്. That is y - 2 equal -x plus 1, which implies x plus y - 3 equals 0. ഇതാണ് എന്ത്? BCയുടെ ഇക്വേഷൻ. ഏതൊക്കെ?
കിട്ടിയോ? കിട്ടിയോ? എല്ലാരും കഴിഞ്ഞോ? ഇത്ര എല്ലാരും എഴുതി കഴിഞ്ഞോ? ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? നമുക്ക് ബി സിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്? നമുക്ക് എ ബി സിയുടെ വാല്യൂസ് വേണം അല്ലെ? എന്താ എയുടെ വാല്യൂ? 1. ബിയുടെ വാല്യൂ 1. സിയുടെ വാല്യൂ എ ഈക്വൽ 1, ബി ഈക്വൽ 1, സി ഈക്വൽ -3. x1ന്റെ വാല്യൂ അറിയാം 2 ആണ്, y1ന്റെ വാല്യൂ 3 ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു പറഞ്ഞേ, mod ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പറഞ്ഞേ, മോഡ് എ ഇൻറ്റു x1 എത്രയാ? 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് സി. പറ, പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാ? സി എത്രയാ? -3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ 1 സ്ക്വയർ ആണ്, 1 പ്ലസ് ബി സ്ക്വയർ 1. 3 -3 ക്യാൻസൽ ചെയ്തു. 2/√2 എത്രയാ? √2 യൂണിറ്റ്സ്. ഇതാണ് ലെങ്ത് ഓഫ് എ സി. കിട്ടിയോ? നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതല്ലേ ഇക്വേഷൻ അല്ലേ? അതായത് ഇതെന്ന് പറയുന്നത് എന്താ? ഒരു ഫിക്സഡ് പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാ. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലൈൻ ഇക്വേഷൻ അല്ല, നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു പോയിന്റ്, ഫിക്സഡ് പോയിന്റ് x1 y1, അതും ഒരു ലൈൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബി സി കണ്ടുപിടിച്ചത്. ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അല്ല ആ ക്വസ്റ്റ്യൻ കുറച്ച് ബ്രേക്ക് ആലോചിക്കാവുന്ന കടിച്ചില്ല, കൈ വായിക്കണമെന്നുള്ള കൈ വായിച്ചില്ല. അക്ഷയുടെ നിഷ്കളങ്കമായ മുഖം നോക്കിയിട്ട് കഴിഞ്ഞോ? അവനെ ആശുപത്രി കൊണ്ടുപോകണം. മെസ്സേജ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 17. If P is the length of perpendicular from the origin to the line whose intercept on the axis are A and B, then show that 1 by P square equal 1 by A square plus 1 by B square. എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? എന്തൊക്കെ തന്നിട്ടുണ്ട് പറഞ്ഞേ. If P is the length of the perpendicular from the origin, ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയാ? P ആണ്. ഒറിജിൻ എന്ന് പറയുന്നത് ഇതല്ലേ? ഓക്കെ. To the line whose intercepts on the axis are A and B. So we have a line whose intercepts on the x-axis. ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എത്രയാ? A. ഇവിടുത്തെ ഇന്റർസെപ്റ്റ് ഏതാ? B. And perpendicular from the origin. അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് P എന്ന് പറയുന്നത്. We have to show that 1 by P square equal
1/a² + 1/b². ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ ചെയ്യും പറ പറ. നമുക്ക് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും അറിയാം. അങ്ങനെയാണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏത് ഫോം യൂസ് ചെയ്യാം? ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യാൻ പാടില്ലേ? എന്താ ഇന്റർസെപ്റ്റ് ഫോം? അക്ഷയ്, ഇന്റർസെപ്റ്റ് ഫോം എന്താ? നേരത്തെ പൊസിഷൻ കിട്ടിയായിരുന്നു അല്ലെ? വിമൽ പറഞ്ഞേ ഇന്റർസെപ്റ്റ് ഫോം x/a + y/b = 1. അപ്പോ ഇക്വേഷൻ ഓഫ് given line x/a + y/b = 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ എന്ത് കിട്ടും? bx + ay = ab. ഇങ്ങനെ കിട്ടില്ലേ? ഇനി ഇത്ര എഴുതിക്കേ. നമുക്ക് ഇങ്ങനെ മനസ്സിലായി. എന്ത്? അല്ല, ആ പി എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ലൈൻ ഇല്ലേ, അതിങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മനസ്സിലായി. പി എന്ന് പറയുന്ന ആ ലൈൻ അല്ലേ പി ലൈൻ, അതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു? പി എന്ന് പറയുന്ന ലൈൻ അല്ല, ഡിസ്റ്റൻസ് ആണ്. ഈ ഒറിജിനും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ. എനിക്ക് കണ്ണ് കാണുള്ളൂ. ഇതും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പി ലെങ്ത് ഉള്ള ലൈൻ ഇല്ലേ, അത് അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ലൈൻ ഇല്ല, ഇവിടെ ഡിസ്റ്റൻസ് ആണ് പി എന്ന് പറയുന്നത്. ഇതോ ഞാനതല്ലേ ഉദ്ദേശിച്ചത്. ആ ലൈൻ അവിടെ വരച്ചുകൊണ്ട് ലൈൻ അല്ല, ഇവര് തമ്മിൽ ഈ ഒറിജിനും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പി. ലൈൻ ഇല്ല. ഇല്ല. ഓക്കെ, ഇനി നോക്കേ. ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി. ഇക്വേഷൻ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ mod ax1 + by1 + c divided by √a² + b². ഇതല്ലേ ഇക്വേഷൻ? ഇവിടെ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ലൈൻ്റെ ഇക്വേഷൻ bx + ay = ab ആണ് നമ്മുടെ ഈ ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി പോയിന്റ്, ഫിക്സഡ് പോയിന്റ് ഏതാ? x1 y1 എന്ന് പറയുന്നത് എന്താ? 0 0 ഒറിജിൻ ആണ്. ഓക്കെ, ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ എയുടെ വാല്യൂ എന്താ? ക്യാപിറ്റൽ എയുടെ വാല്യൂ. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? ബി. ക്യാപിറ്റൽ ബി ആരാ? എ. ക്യാപിറ്റൽ സി ആരാ? -ab. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. പി is equal to mod 0 + 0 - ab divided by √b² + a², which is equal to ab by √a² + b². ഇങ്ങനെ കിട്ടിയില്ലേ? p is equal to ab by √a² + b². കഴിഞ്ഞോ? ഇനി എന്താ നമുക്ക് വേണ്ടേ? 1/p² ആണ്. അപ്പൊ p² കണ്ടുപിടിച്ച് എന്താ p² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് p²?
എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അല്ലേ? ഇവിടെ നോക്ക് അല്ലേ? ഇനി 1/p² എന്താ? റെസിപ്രോക്കൽ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 1/p² ഈക്വൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 1/p² ഈക്വൽ 1/b² പ്ലസ് 1/a². ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അല്ലേ? തിരിച്ചെഴുതിയാൽ മതി. 1/a² പ്ലസ് 1/b². ഹെൻസ് പ്രൂവ്ഡ്. മതിയോ 25 മിനിറ്റ്? ആനുവൽ ഡേയാ? അത് പോയിന്റ്. ആനുവൽ ഡേ എന്താ ഇവിടുത്തെ ആനുവൽ ഡേ? ഇന്ന് സ്കൂളിൽ ആനുവൽ ഡേ ആണോ? പോയില്ലേ? എന്നിട്ട് എപ്പോഴായിരുന്നു പ്രോഗ്രാം? ഉച്ച കഴിഞ്ഞാ? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അപ്പൊ? കഴിഞ്ഞോ? ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. 15 മിനിറ്റ്സില്ല. ഇനി സമയം എത്രയായി? 16. നെക്സ്റ്റ് മിസലേനിയസ് എക്സാമ്പിൾസ് എടുക്കട്ടോ. If the lines 2x plus y minus 3 equal to 0, 5x plus ky minus 3 equal to 0, and 3x minus y minus 2 equal to 0 are concurrent, find the value of k. മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, 2x plus y minus 3 equal 0. First question. Example. Three x minus y minus 2 equal to 0. മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് ഇക്വേഷൻസും എന്താന്നാ പറഞ്ഞേക്കുന്നത്? മൂന്ന് ലൈൻസിന്റെ ഇക്വേഷൻ ആണ്. ഈ മൂന്ന് ലൈൻസ് എന്താന്നാ പറഞ്ഞേക്കുന്നത്? കോൺകറന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഇവിടെ മൂന്ന് ലൈൻസ് കോൺകറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കോൺകറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ലൈൻസും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഈ മൂന്ന് ലൈൻസും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകറന്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചേ. അതായത് ഈ ഒരു പോയിന്റില് നോക്കിക്കേ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് ലൈൻസിനുള്ള പോയിന്റ് അല്ലേ? മൂന്ന് ലൈൻസിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് 3 ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈൻസ് ഒന്ന് സോൾവ് ചെയ്തേ. എക്സിന്റെയും വൈയുടെ ഒക്കെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. സോൾവ് ചെയ്തേ.
എനിക്ക് വേണം. ഞാൻ തരൂല. ഞാൻ ഉപയോഗിച്ചിട്ട് തരാന്നേ. ഇങ്ങനെ മനസ്സാക്ഷിയിലുണ്ടാവില്ലേ? ഇല്ലേ അവിടെ ഉണ്ടല്ലോ. ചെയ്തേ. ഈ ലൈൻസ് ഒന്ന് സോൾവ് ചെയ്തേ. ഈ രണ്ട് ഇക്വേഷൻസ് എടുക്ക്. 2x plus y minus 3 equal to 0യും 3x minus y minus 2 equal to 0. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഇതിൽ ഈക്വലാ പറഞ്ഞ അതായത് 2x plus y minus ഇല്ല, 3 ഡിഫറെന്റ് ലൈൻസിന്റെ ഇക്വേഷൻ അല്ലേ, അതപ്പോ ഈക്വൽ ആവില്ല. ഒന്ന് സോൾവ് ചെയ്തേ. കിട്ടിയോ? എക്സിന്റെയോ വൈയുടെയോ വാല്യൂ എന്തെങ്കിലും കിട്ടിയോ? എക്സിന്റെ വാല്യൂ കിട്ടി. എത്ര കിട്ടിയ? 1/5. എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്യാൻ മറന്നുപോയാ? ഞാൻ കുറച്ച് നേരത്തെ നോക്കട്ടെ. നോക്കിയേ, ഈ പ്ലസ് വൈയും മൈനസ് വൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടാ? 5x minus 5 equal to 0. അതായത് 5x equal to 5, x equal 1 അല്ലേ കിട്ടാ? x equal to 1. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷനില് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഇപ്പൊ ഈ ഇക്വേഷനിൽ എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് x equal to 1 on y is equal to 1. എക്സിന്റെ വാല്യൂ 1 കിട്ടി, വൈയുടെ വാല്യൂ 1 കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, കെയുടെ വാല്യൂ കിട്ടും. കെയുടെ വാല്യൂ കണ്ടുപിടിച്ച k is equal to ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എന്റെ ടെക്സ്റ്റ് ബുക്ക് ആരെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പോവാണ്. പറയുന്നു, പോകുന്നു, ചെരുപ്പിടുന്നു, പണിയിറങ്ങുന്നു, ബസ്സൊക്കെ കയറുന്നു, വീട്ടിൽ പോകുന്നു. ഇത് കഴിഞ്ഞോ? ഇക്വേഷൻസ് പഠിച്ച എല്ലാരും? ഇക്വേഷൻസ് എല്ലാവരും പഠിക്കും.